നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വയോധികന്റെ കൈപ്പത്തികൾ കടിച്ചു മുറിച്ച തെരുവുനായ. ആക്രമണം കൊട്ടാരക്കര പുത്തൂർ മണ്ണൂർ കാവിൽ. 4 വയസ്സുള്ള കുട്ടിക്കുൾപ്പെടെ 3 പേർക്ക് പരുക്ക്. ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ച യുവാവിന് ക്രൂരമർദ്ദനം. പരുക്കേറ്റ അരുക്കുറ്റി സ്വദേശി ജിബിൻ ആശുപത്രിയിൽ. വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് 2 പേർ ചേർന്നെന്ന സഹോദരൻ. കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ്. ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. ചാലക്കുടി സ്വദേശി യാസറിനെതിരെ കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മരിച്ച നിലയിൽ. ചാക്കയ്ക്ക് സമീപം റെയിൽ പാളത്തിൽ കണ്ടത് 24-കാരി മേഘയുടെ മൃതദേഹം. മരിച്ചത് എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥ. അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച പണം പിടികൂടി RPF. 44 ലക്ഷം രൂപയുമായി 2 പേർ പിടിയിലായത് പുനലൂരിൽ നിന്ന്. സംഭവം ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ. അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുമായി 2 പേർ പുനലൂരിൽ പിടിയിൽ. ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 44 ലക്ഷത്തിലധികം രൂപയുമായാണ് ഇവർ RPFന്റെ പിടിയിലായത്. മധുരൈ സ്വദേശി അഴകപ്പൻ, വിരുദനഗർ സ്വദേശി സുടലിമുത്തു എന്നിവരാണ് പിടിയിലായത്. കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. 24 ലക്ഷം രൂപയും എന്നാണ് അവർ പറഞ്ഞത്. എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. SBIയിൽ കൊണ്ടുപോയി എണ്ണി തിട്ടപ്പെടുന്നേ ഉള്ളൂ. അങ്ങനെ അത് സീസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് മതിയായ രേഖകളൊന്നും ഇല്ലാതെ മധുരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ സോഴ്സും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് അന്വേഷിക്കും. അന്യ സംസ്ഥാനത്ത് നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ RB കൃഷ്ണ IPSന്റെ നിർദ്ദേശപ്രകാരം RPFുമായി ചേർന്ന് സംയുക്തമായി കഴിഞ്ഞ 1 മാസക്കാലമായി ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന നടത്തി വരികയായിരുന്നു. ട്രെയിൻ പുനലൂരിലെത്തി പോയി കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന 2 പേരിൽ സംശയം തോന്നിയ RPF ഉദ്യോഗസ്ഥർ റെയിൽവേ പോലീസിന് വിവരം നൽകുകയും ഇവർ നടത്തിയ പരിശോധനയിൽ തുണി കൊണ്ടുണ്ടാക്കിയ പ്രത്യേക സഞ്ചിയിൽ അരയിൽ കെട്ടി ഉറപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. ഒരാളുടെ അരയിൽ നിന്ന് 18 ലക്ഷം രൂപയും മറ്റൊരാളുടെ അരയിൽ നിന്ന് 26 ലക്ഷം രൂപയുമാണ് പിടികൂടിയത്. ന്യൂസ് 18 പുനലൂർ. കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ് നടത്തി ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. മദ്യപിച്ച് കാർ ഓടിച്ച ചാലക്കുടി സ്വദേശി യാസറിനെതിരെ കേസെടുത്ത് പോലീസ്. ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് പ്രകോപിതനായായിരുന്നു ചേസിംഗ് നടത്തിയത്. പരുക്കേറ്റ ജെയ്സൽ ഗോമസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3:30 SA റോഡിൽ കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. പള്ളിമുക്ക് സിഗ്നലിൽ ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്ന് പ്രകോപിതനായ യാസിർ അമിത വേഗതയിൽ ബൈക്ക് യാത്രികനെ ചേസ് ചെയ്തു വരികയായിരുന്നു. ബൈക്കിനെ പിന്തുടർന്ന് കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തെ കലിങ്കിന് സമീപമെത്തിയപ്പോൾ യാസിർ റോഡിന് കുറുകെ കാർ വെട്ടിത്തിരിച്ചു. ബൈക്ക് യാത്രികനെ തട്ടിവീഴ്ത്തി. ഇതോടെ നിയന്ത്രണം വിട്ട കാർ സമീപത്തുകൂടി കടന്നുപോവുകയായിരുന്ന ഗോവൻ യുവതി ജെയ്സനെ കലിങ്കിന്റെ കൈവരിയിലേക്ക് ചേർത്ത് ഇടിച്ചു വീഴ്ത്തി. കാറിന്റെ മുൻ സീറ്റിൽ യാസിറും ഒരു പെൺകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓടിക്കൂടിയ നാട്ടുകാരും ഇരുവരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷവുമുണ്ടായി. കാറിന്റെ പിന്നിലുണ്ടായിരുന്ന 2 യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. കാർ കടവന്ത്ര പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാറിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. ഓടി രക്ഷപ്പെട്ട യുവാക്കളും പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി. ജെയ്സലിന്റെ തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ ഗോവ സ്വദേശികൾ പരാതി നൽകിയിട്ടില്ല. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സെന്റ് അൽഫോൺസ പള്ളി സന്ദർശനത്തിനെത്തിയ ഇവർ രാത്രി മടങ്ങിപ്പോകാനിരിക്കുകയായിരുന്നു അപകടം. നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴയിൽ ഗുണ്ടയുടെ പെൺസുഹൃത്തിന് ഹലോ സന്ദേശം അയച്ചതിന്റെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. അരൂക്കുറ്റി സ്വദേശി ജിബിനെയാണ് തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രഭജിത്ത്, കൂട്ടാളി സെന്തിൽ എന്നിവർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു.
ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. അരൂരിൽ നിന്ന് തിരികെ വരികയായിരുന്ന ജിബിൻ മൊബൈൽ ഫോണിൽ കോൾ വന്നതിനെ തുടർന്ന് വാഹനം ഒതുക്കി. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രഭജിത്ത്, സിന്ധിൽ എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ജിബിന്റെ സഹോദരൻ പറയുന്നു. കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ ഇവർ കാറിൽ കയറാനായി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കാറിൽ വെച്ചും ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചും മർദ്ദിച്ചു. അക്രമത്തിൽ ജിബിന്റെ വാരിയെല്ലുകൾക്കും നട്ടെല്ലിനും പൊട്ടലുണ്ട്. ശ്വാസകോശത്തിനടക്കം ഗുരുതര പരിക്കുമുണ്ട്. പ്രഭജിത്തിന്റെ പെൺസുഹൃത്തിന് സന്ദേശം അയച്ചുവെന്ന പേരിലായിരുന്നു ക്രൂരമർദ്ദനം. ഹലോ എന്നും പറഞ്ഞ് അനാവശ്യമായ പെങ്കുച്ചുങ്ങൾ സ്നേഹിച്ച പെങ്കുച്ചുങ്ങൾ മെസ്സേജ് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റുമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എത്ര വട്ടം അവന്മാർ കേൾക്കണില്ല. അതും പറഞ്ഞ കൈയും കെട്ടിയിട്ട് എന്നെ നട്ടുവിനിട്ട് നെഞ്ചതും ചവിട്ടണായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഹലോ എന്ന് മാത്രമാണ് ജിബിൻ സന്ദേശം അയച്ചതെന്ന് പോലീസ് പറയുന്നു. ശരീരമാസകലം ജിബിന് പരിക്കുണ്ട്. നടുവിനും തൊടയിലൊക്കെ പട്ടികൊണ്ടടിക്കുകയും നെഞ്ചത്ത് ഇടിക്കുകയും കൈ വലിച്ചിടിക്കുകയും മുഖത്തൊക്കെ അടിക്കുകയും തലക്കിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പ്രഭജിത്തും സിന്ധിലും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രഭജിത്തിനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. ഇരുവർക്കുമെതിരെ വധശ്രമത്തിനാണ് പൂച്ചക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഒളിവിലാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യപ്പെട്ട ജിബിൻ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് ചെറുവണ്ണൂരിൽ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണത്തിൽ പരുക്കേറ്റ പ്രവിശയെ ലഹരിക്കടിമയായ ഇയാൾ മുൻപും നിരന്തരമായി ഉപദ്രവിച്ചിരുന്നുവെന്നമ്മ. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകുകയല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അമ്മ ആരോപിച്ചു. പൊള്ളലേറ്റ പ്രവിശ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രവിശയ്ക്കു നേരെയാണ് കഴിഞ്ഞ ദിവസം മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണമുണ്ടായത്. കൂട്ടാലിയുടെ സ്വദേശിനി പ്രവിശയുടെ മുഖത്തും നെഞ്ചിലും ഗുരുതരമായി പൊള്ളലേറ്റു. തുടർന്ന് തിരിഞ്ഞോടിയപ്പോൾ പുറംഭാഗത്തും ആസിഡ് ഒഴിക്കുകയായിരുന്നു. സംഭവത്തിൽ മുൻ ഭർത്താവ് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലഹരിക്കടിമയായ പ്രശാന്ത് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും പ്രവിശയുടെ അമ്മ സ്മിത പറഞ്ഞു. പിന്നെ കുറച്ചു കാലം മദ്യപിക്കാണ്ട് ചികിത്സയൊക്കെ ചെയ്ത് നിർത്തിയിരുന്നു. പിന്നെ രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇപ്പം വെറും മാനസിക രോഗികളെ പോലെ ആണ്. മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടി മാറ്റിയതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും 2.5 വർഷം മുൻപാണ് വിവാഹമോചിതരായത്. തുടർന്ന് പലതവണ കൂടെ വരണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് പ്രവിശയെ സമീപിച്ചിരുന്നു. ഇതിന് തയ്യാറാവാത്തതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രവിശയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ പ്രചരിപ്പിച്ചു. പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്ന് സ്മിത ആരോപിച്ചു. എപ്പോഴും പറയുക എങ്ങനെയാണ്, എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെയും അമ്മേനെയും ആങ്ങളേനെയും ഒക്കെ കൊല്ലും. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികളൊരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കൂ. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലെ ബേൺ യൂണിറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രവിശ. കഴുത്തിലും കണ്ണിലുമേറ്റ പൊള്ളൽ ഗുരുതരമാണ്. ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടോ എന്നതറിയാനുള്ള പരിശോധനകളും തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ പ്രണയബന്ധത്തിലെ ഉലച്ചിലെന്ന സൂചന. കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഉറപ്പിക്കാൻ ആകൂവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് അനുസരിച്ചാണ് വിമാനത്താവളത്തിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ യുവതി ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനെത്തിയത്. ഇതായിരുന്നു പോലീസിന്റെ നിഗമനം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട കൂടൽ സ്വദേശിനി മേഘയാണ് രാവിലെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മേഘ ചാക്ക മുരുകക്ഷേത്രത്തിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് യൂണിഫോമിൽ നടന്നു നീങ്ങുന്നത് പ്രദേശവാസികൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഈ മൊബൈൽ ഫോൺ ചിതറിത്തെറിച്ചതിനാൽ വിവരങ്ങൾ വീണ്ടെടുക്കാനാവാത്ത നിലയിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോൾ ഡേറ്റ റെക്കോർഡുകൾ വിശദമായി പരിശോധിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം ഉറപ്പിക്കാനുള്ള പോലീസ് നീക്കം. മേഘയ്ക്ക് പ്രണയബന്ധം ഉണ്ടായിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിലെ പോലീസിന്റെ കണ്ടെത്തൽ.
യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്നടക്കം പോലീസ് വിവരശേഖരണം നടത്തുന്നുണ്ട്. മേഘയുമായി അടുപ്പത്തിലായിരുന്ന യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. പേട്ട പോലീസാണ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് വേട്ടയിൽ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ സാങ്കേതിക സർവകലാശാല വിഭാഗം റിപ്പോർട്ട് നൽകി. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2 ഇതര സംസ്ഥാനക്കാരടക്കം 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. കേസിൽ പ്രതികളായ മലയാളികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പിടിയിലായ അനുരാജിന് പണം നൽകിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കും. പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ലഹരി മാഫിയ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല വിഭാഗം ജോയിന്റ് ഡയറക്ടർ കോളേജിലെത്തി ആഭ്യന്തര അന്വേഷണത്തിന് നേതൃത്വം നൽകി. അധ്യാപകരുടെയും പ്രതികളായ വിദ്യാർത്ഥികളെ മൊഴിയെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറി. കോളേജ് ഹോസ്റ്റലിലേക്ക് പുറത്തുനിന്ന് ആർക്കും എളുപ്പത്തിൽ കയറാമെന്നതാണ് പ്രധാന കണ്ടെത്തൽ. കോളേജിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് 1.5 മാസം മുൻപ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നതായും കോളേജ് അധികൃതർ വ്യക്തമാക്കി. കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. പോക്സോ കേസ് പ്രതിയായ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ നൌഷാദ തോട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നൌഷാദിന്റെ പ്രവൃത്തി അഭിഭാഷക ജോലിക്ക് തന്നെ അപമാനമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനാലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കഴിഞ്ഞ ഡിസംബർ 14-നാണ് 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ അഭിഭാഷകനായ പ്രതി നൌഷാദ് പത്തനംതിട്ട കോഴഞ്ചേരിയിലെ ഹോട്ടലിലെത്തിച്ച് മദ്യം നൽകി ലൈംഗികമായി അതിക്രമം നടത്തിയത്. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷം പ്രതി ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ഈ ദൃശ്യങ്ങൾ കാണിച്ച് പലതവണ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആറന്മുള പോലീസ് കേസെടുത്തോടെയാണ് പ്രതി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അഭിഭാഷകനായ പ്രതി നൌഷാദ് കുറ്റക്കാരനാണെന്നും പ്രതിയുടെ പ്രവൃത്തി അഭിഭാഷക ജോലിക്ക് തന്നെ അപമാനമാണെന്നും വ്യക്തമാക്കിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതോടെയാണ് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്കിടെ സംഘർഷം. കുരുമുളക് സ്പ്രേ പ്രയോഗവും കത്തിക്കുത്തുമുണ്ടായതിൽ 6 പേർക്ക് പരുക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ വ്യക്തിക്കായി പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നുവെന്ന നാട്ടുകാർ. പൊതുവഴി ഗതാഗത യോഗ്യമാക്കാതെ സ്വകാര്യ വ്യക്തിക്കായി പൊതുഫണ്ട് ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് കാന്തല്ലൂർ മിഷൻ വയൽ കട്ടിയനാട് റോഡ്. 50-ലേറെ കുടുംബങ്ങൾ ഈ ഗ്രാമീണ പാതയെ ആശ്രയിക്കുന്നുണ്ട്. 1.5 കിലോമീറ്ററോളം വരുന്ന പാത പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. പലവട്ടം റോഡ് നവീകരണത്തിനായി നാട്ടുകാർ നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മേഖലയിൽ നടക്കുന്ന കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് നാട്ടുകാരെ ചൊടിപ്പിക്കുന്നത്. തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാതെ സ്വകാര്യ വ്യക്തിക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. எஸ்டினா அந்த பக்கம் ரோடு இருக்கு, அதுல எல்லாரும் போய்க்கிருவாங்க. இதுல யாருக்கும் போக வேண்டிய அவசியமே இல்ல. யாரு இப்போ வந்து இங்க சொன்னாங்களோ அவங்க எல்லாம் இங்க வந்திருக்கணும். எங்களுக்கு இந்த ரோடு நாங்க இந்த ரோட போட விட மாட்டோம். நாங்க எத்தனை வீடு அங்க இருக்கோம். நீங்க அந்த ரோட பாத்தீங்களா இல்லையா? அந்த ரோட பார்த்துட்டு எல்லாரும் யாரு வந்தாங்க எல்லாரும் நாங்களும் உரிமை உள்ளவங்க தான். நாங்களும் ஓட்டு போட்டுருக்கோம். തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട് കാലങ്ങളായി. കുഴിയിൽ വീണുള്ള അപകടങ്ങൾ പതിവ്. റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ആംബുലൻസ് സേവനവും ലഭ്യമാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. ചിത്രങ്ങൾ വരയ്ക്കാൻ പേനയും പെൻസിലും ബ്രഷും ഒക്കെ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് നാവുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളുണ്ട്. കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശി സുജിത് എസ് ആണ് നാവുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒടുവിൽ ഈ മിടുക്കൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി. പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറുമൊക്കെയായിരുന്നു സുജിത്തിന്റെ വരകളുടെ ലോകം. സോഷ്യൽ മീഡിയയിൽ ആരോ ഒരാൾ നാവുകൊണ്ട് ചിത്രം വരയ്ക്കുന്നത് കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമായിരുന്നു തനിക്കും ഇതുപോലെ ചെയ്യണമെന്നത്.
കഠിന പരിശ്രമത്തിനൊടുവിൽ സുജിത്ത് തന്റെ ഇഷ്ടതാരങ്ങളുടെ ചിത്രങ്ങൾ നാവിൻ തുമ്പുകൊണ്ട് വരച്ചെടുത്തു. ഒടുവിൽ 14 മിനിറ്റ് കൊണ്ട് 6 നടന്മാരുടെ ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടവും നേടി. ഒരു റീൽ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റീലിനകത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഇത് കണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നാക്ക് വെച്ച് ഇങ്ങനെ ഒരു പടം വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കണ്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ ഒരു ട്രൈ ചെയ്ത് ഒരുവിധം ഓക്കെ വന്നപ്പോഴത്തേക്ക് ഞാനത് അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു. ഒരു മാസം അടുപ്പിച്ചെന്നാണ്ട് ആയിരുന്നു അതിന്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടി. അപ്പോഴത്തേക്ക് പറഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇട നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ. പിന്നെ അച്ചീവ്മെന്റ് അവരുടെ കിറ്റും പാക്കൊക്കെ വന്ന്. സോഷ്യൽ മീഡിയയിൽ സുജിത്തിന്റെ ചിത്രങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. നാവുകൊണ്ട് മാത്രമല്ല, ഉജാല, ബീട്രൂട്ട്, തേയിലപ്പൊടി എന്നിവ കൊണ്ടും ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിംഗ് പഠനം പൂർത്തിയാക്കിയ സുജിത്ത് ഇനിയും കൂടുതൽ റെക്കോർഡുകൾ സ്വന്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അച്ഛൻ ശശികുമാറും അമ്മ സുജാതയും സഹോദരൻ സൂരജും സുജിത്തിന് സപ്പോർട്ടാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു നാടിന്റെ സംസ്കാരവും കാർഷിക സമൃദ്ധിയും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും പരമ്പരാഗത വീട്ടുപകരണങ്ങളുമാണ് ഓമല്ലൂർ വാണിഭത്തിലൂടെ വിൽക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വയൽ വാണിഭത്തിൽ കേരളത്തിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് എത്തുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഓമല്ലൂർ വയൽ വാണിഭത്തിന്. പരമ്പരാഗത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഓമല്ലൂർ വയൽ വാണിഭത്തിലൂടെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചേന, കാച്ചിൽ, ചേമ്പ്, ഇഞ്ചി, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ കാർഷിക വിളകൾക്കും മൺവെട്ടി, കുന്താലി, വെട്ടുകത്തി തുടങ്ങിയ വിവിധതരം കാർഷിക ഉപകരണങ്ങളും വയൽ വാണിഭത്തിലൂടെ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. എല്ലാ സാധനങ്ങളും ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വയൽ വാണിഭത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പഴയ കാലത്ത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കുട്ട, വട്ടി, മുറം, മൺചട്ടി, ആട്ടുകല്ല്, അരകല്ല് തുടങ്ങിയ വിവിധതരം ഉൽപ്പന്നങ്ങളും വയൽ വാണിഭത്തിൽ ലഭിക്കും. വിപണനത്തെക്കാൾ അന്യം നിന്നുപോയ പഴയകാല കാർഷിക സംസ്കാരം നിലനിർത്തുകയാണ് ലക്ഷ്യം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾ വാങ്ങാനും അതിൻ്റെ വിത്ത് വാങ്ങാനും ഈ നാട്ടിലുള്ള മാത്രമല്ല വിവിധ ദൂര സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ വൈവിധ്യമാർന്ന നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ള പഴയ സാധനങ്ങളെല്ലാം ഇപ്പോൾ ആ വയൽ വാണിഭത്തിൽ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കുട്ടികളുമായി ആളുകൾ വന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം കാർഷിക വിഭവങ്ങളാണ് കൂടുതൽ. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ലോകപ്രസിദ്ധി ആർജിച്ച വാഴമുട്ടം ശർക്കര നമുക്കവിടെ ലഭ്യമാണ്. പിന്നീട് നമുക്കറിയാം ചെമ്പ് പാത്രങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം കൂന്താലി ഉറപ്പിക്കുക, അതുപോലെയുള്ള കോടാലി ഉറപ്പിക്കുക എന്ന് പറയുന്ന ആളെ കിട്ടാത്തൊരു കാലത്ത് അത് കൃത്യമായി ചെയ്യാനും കൂന്താലി വാങ്ങാനും അങ്ങനെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കാർഷിക സെമിനാറുകൾ, കലാപരിപാടികൾ തുടങ്ങിയവയും വയൽ വാണിഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ ലഹരിക്കെതിരെ വ്യത്യസ്ത ബോധവൽക്കരണവുമായി യൂത്ത് കോൺഗ്രസ്. അടിമാലിയിലാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. നാടാകെ ലഹരി പിടിമുറുക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട്. അടിമാലിയിൽ ലഹരിക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് വേറിട്ട വഴിയാണ്. പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. ജീവിതത്തിൽ ഗോളടിക്കാം, ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാം, ഇതായിരുന്നു മുദ്രാവാക്യം. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് ജീവിതത്തിൽ ഗോളടിക്കാം, ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അടിമാലി മണ്ഡലത്തിൽ ലഹരിക്കെതിരെ ഗോൾവണ്ടി എന്ന പദ്ധതിയുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എത്തിയിട്ടുള്ളത്. അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഈ പെനാൽറ്റി ഷൂട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി. ലഹരിക്കെതിരായ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസ് ഏലിയാസ് പെനാൽറ്റി ഷൂട്ടൌട്ട് കിക്ക് ഓഫ് ചെയ്തു. ന്യൂസ് 18 അടിമാലി. മതസൗഹാർദ്ദ സമ്മേളനവും നോമ്പുതുറയും ഒരുക്കി മലപ്പുറം വളാഞ്ചേരി എടയൂരിലെ സൗഹൃദ കൂട്ടായ്മ. നാടിന്റെ സന്തോഷവും സമാധാനവും വരും തലമുറയിലേക്കും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജാതിമതഭേദമന്യേ യുവാക്കളടക്കം 4000-ലധികം പേരാണ് സൗഹൃദ വിരുന്നിൽ പങ്കാളികളായത്. നാടിന്റെ ഐക്യവും സാഹോദര്യവും കരുത്തുറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എടയൂർ സൗഹൃദ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചത്. ഹാഫിൽ ഉസ്താദ് അബ്ദുൾ നാസർ റഹ്മാനി ലക്ഷദ്വീപ്, ശ്രീമദ് സ്വാമി ആത്മദാസ് യമി,
ഡോക്ടർ ബാബു വർഗീസ് നിലമ്പൂർ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി മതനേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരും വിരുന്നിന്റെ ഭാഗമായി. എടയൂർക്കുന്ന് മൈതാനത്തായിരുന്നു സൗഹൃദ വിരുന്നൊരുക്കിയത്. ഇവിടെ നോമ്പ് തുറക്കെത്തിയവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഈ നാട്ടിലെ എല്ലാ ജാതി മത വ്യത്യാസങ്ങളും മറന്ന് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് ആൾക്കാർ ഇന്നിവിടെ പങ്കെടുത്തു. ഇതിനു വേണ്ടി എത്ര ദിവസമായി ഇപ്പോൾ അവരുടെ എല്ലാം മാറ്റിവെക്കുന്നു. അങ്ങനെയാണ് ഇതൊക്കെ സക്സസ് ആകുന്നത്. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇനിയും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മതസൗഹാർദ്ദ സമ്മേളനവും സൗഹൃദ വിരുന്നിന്റെ ഭാഗമായി നടന്നു. തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിലും ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. നാട്ടിൽ ഒരുങ്ങിയ പരിപാടി വരും നാളുകളിൽ പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്താണ് എല്ലാവരും മടങ്ങിയത്. ന്യൂസ് 18 തിരൂർ. പായലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മാവണ്ടിയൂർ കാനക്കുളം ശുചീകരിച്ച് CPM എടയൂർ ലോക്കൽ കമ്മിറ്റി. EMS AKG ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു കുളം ശുചീകരിച്ചത്. 100ഓളം കുടുംബങ്ങളുടെ ജലസ്രോതസ്സാണ് മാവണ്ടിയൂർ കാനംകുളം. പായലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM എടയൂർ ലോക്കൽ കമ്മിറ്റി ശുചീകരണം നടത്തിയത്. EMS AKG ദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു ശുചീകരണം. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് CPM സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. മാലിന്യ മുക്ത നവകേരളത്തിനായി അണിചേരുക എന്നത് ആ മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്താകെ വലിയ രൂപത്തിലുള്ള മാലിന്യ വിമുക്ത പരിപാടി നടക്കുക. അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരംഭിച്ചത് EMS ദിനത്തിലാണ്. മാർച്ച് 30 വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. ഏരിയ കമ്മിറ്റി അംഗം KK രാജീവ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ CPM ജില്ലാ കമ്മിറ്റി അംഗവും CITU ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 തിരൂർ. നൂതന കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ രാജാവാണ് കോതമംഗലം സ്വദേശി ജോസഫ്. നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്രദ്ധേയനായ ജോസഫിന്റെ പുതിയ കണ്ടുപിടുത്തമാണ് പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ. രോഗി നിലത്ത് വീണു പോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനും സഹായകരമാകുന്ന കണ്ടുപിടുത്തമാണ് പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ. സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയോജനപ്രദമായ കണ്ടുപിടുത്തങ്ങളാണ് കോതമംഗലത്തിന് സമീപം രാമല്ലൂർ താമസിക്കുന്ന പീച്ചനാട് ജോസഫിന്റേത്. കണ്ടുപിടുത്തങ്ങളുടെ എണ്ണത്തിൽ അർദ്ധ സെഞ്ചുറിയും പിന്നിട്ട ജോസഫ് ആതുര സേവന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത്. അദ്ദേഹത്തിന്റെ പേഷ്യൻ ലിഫ്റ്റിംഗ് ചെയർ അത്തരത്തിലുള്ള ഒന്നാണ്. രോഗി നിലത്ത് വീണുപോയാൽ പൊക്കിയെടുക്കാനും കട്ടിലിൽ കിടക്കുന്ന രോഗിയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ ഉപകരണം. ഇത് പലർക്കും കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. വലിയ ഉപകാരമായെന്ന് പറയാറുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം ഇന്നേ വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഹൈഡ്രോളിക് ആണ്. ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ജോസഫ് ഊർജ്ജ സംരക്ഷണം, ജലസംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, കൃഷി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട്. തേൻ സംസ്കരണ യന്ത്രം, വിവിധ തരം വീൽ ചെയറുകൾ, വെർജിൻ കോക്കനട്ട് ഓയിൽ മെഷീൻ, സ്ത്രീകൾക്ക് ആയാസരഹിതമായി ഉപയോഗിക്കാവുന്ന പുല്ലുവെട്ടി യന്ത്രം തുടങ്ങിയവ ജോസഫിന്റെ കണ്ടുപിടുത്തങ്ങളിൽ ചിലത് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊവേഷൻ കൗൺസിൽ അവാർഡ് ജേതാവായ ജോസഫ് വീട്ടിൽ തന്നെ പരീക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ വകുപ്പിൽ നിന്ന് വിരമിച്ച ജോസഫിന്റെ കുടുംബവും കണ്ടുപിടുത്തങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് 18 കോതമംഗലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,215 രൂപ, പവന് 65,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,785 രൂപ, പവന് 54,280 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.